സംസ്ഥാനത്ത് ആദ്യമായി കൃഷിവകുപ്പ് മുഖേന നെല്ല് സംഭരിച്ചത് ഈ വർഷമാണെന്ന് മന്ത്രി പി പ്രസാദ്. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കാർഷിക പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓയിൽ പമ്പ് വഴിയാണ് നെല്ല് സംഭരണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി കൃഷിവകുപ്പ് മുഖേന നെല്ല് സംഭരിച്ചത് ഈ വർഷമാണെന്ന് മന്ത്രി പി പ്രസാദ്. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ കാർഷിക പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓയിൽ പമ്പ് വഴിയാണ് നെല്ല് സംഭരണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 90% നെല്ല് സംഭരിക്കുന്നത് മില്ലുകൾ വഴിയാണ്. സർക്കാരിന്റെ കീഴിൽ അധികം മില്ലില്ല. അതുകൊണ്ട് ഈ സ്വകാര്യ മില്ലുകളെ ആശ്രയിച്ചാണ് നെല്ല് സംഭരണം നടക്കുന്നത്. അവിടെ ഈ സ്വകാര്യ മില്ലുകൾ കർഷകരുടെ നെല്ല് എടുക്കാറുണ്ട്. കർഷകർ കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് ആ വയലിനോട് ചേർന്നൊക്കെ സൂക്ഷിക്കുന്നത്. വേഗങ്ങളുടെ ശക്തി പ്രാപിക്കുമ്പോൾ കർഷകന്റെ ഗവൺമെന്റ് പതിനേഴ് മില്ലുകാരൊന്നും നോക്കിയിട്ട് പോകുന്നത് നോക്കാതെ പോകും. അങ്ങേയറ്റം ക്രൂരമായ ഒരു സമീപനം മില്ലുകാർ സ്വീകരിച്ചത്. എന്ത് ചെയ്യാൻ പറ്റുന്നത് കൈവരത്തി കാണിക്കല്ല, അടിയന്തരമായി ക്യാബിനറ്റ് ചേർന്ന വിഷയം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഇടപാട് കേരളത്തിൽ ഇന്നേ വരെയും കൃഷി വകുപ്പ് നേരിട്ട് നെല്ല് സംഭരിച്ചിട്ടേ. ഇക്കൊല്ലം കൃഷി വകുപ്പ് നേരിട്ട് നെല്ല് സംഭരിക്കാനാണ്. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി സ്വാഗതം പറഞ്ഞു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിനെ നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തിച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി പി പ്രസാദ് ആദരവ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G വേണു, B വിനോദ് കുമാർ, D രോഹിണി, സ്വപ്ന സുരേഷ്, K ദീപ, അഡ്വക്കേറ്റ് KR അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G പുരുഷോത്തമൻ, K സുമ, AM ഹാഷിർ, R സുജ, രജനി ജയദേവ്, ശാന്തി, സിനു ഖാൻ, അഡ്വക്കേറ്റ് ബൃന്ദ S, ശ്യാമളാദേവി, പ്രസന്ന, ദീപ ജ്യോതിഷ്, മായ ഗോപാലകൃഷ്ണൻ, P രാജശ്രീ, CV അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.